നല്ല ഓർമ്മയുണ്ട്. എല്ലാ പേപ്പറിനും ഒരുപാട് ശരിക്കും നല്ല രീതിയിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പലതും വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാണ് എഫേർട്സ് ഇട്ടതും പഠിച്ചതും. കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. മാക്സിമം നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട്. ഫാക്കൽറ്റീസൊക്കെ അപ്രോച്ചബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ നല്ല ഫ്രീഡം ഉണ്ട്. ഫ്രണ്ട്സ് ആയാലും ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഫാമിലി എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ലാസ്റ്റ് ഇത്രയും വലിയൊരു ടാസ്ക് ഫിനിഷ് ആയത്. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം എഫേർട്സ് അറ്റ് ദി എൻഡ് വർക്ക് ആയല്ലോ. അപ്പോൾ അതിലാണ് സന്തോഷം. ഫാക്കൽറ്റീസായിട്ടൊക്കെ ഞാൻ അത്യാവശ്യം നല്ല കമ്പനിയാണ്. എല്ലാവരുമായിട്ടും കണക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഒന്നും അറിയില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പം ഒരു എന്ത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം, ഇവിടെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അനാവശ്യമായി ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ചില സമയമൊക്കെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളെക്കൊണ്ട് പറ്റും. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്താൽ എന്തായാലും ശരിയാകും എന്നൊക്കെ ഉള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും ടെൻഷൻ ഭയങ്കരമായിട്ട്. പിന്നെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. രാവിലെ വെളുപ്പിനെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ നോക്കുമ്പോൾ ഞാൻ എല്ലാം കോൺസിക്യൂട്ടീവ്ലി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. കാരണം ഇട്ട എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് അത്രയും നമ്മൾ സാക്രിഫൈസ് ചെയ്തതെല്ലാം അറ്റ് ദി എൻഡ് പേ ഓഫ് ആയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ആ ഫീലിംഗ് ഭയങ്കര ഭയങ്കര പ്രഷ്യസാണ്. നമുക്ക് അതിനെ വെച്ച് എന്താ പറയുക, നമുക്ക് അത്രയും നല്ലൊരു ഫീലിംഗ് എപ്പോഴും എല്ലാ റിസൾട്ടിൻ്റെ സെഷനും അങ്ങനെ കിട്ടുമ്പോൾ എന്താ പറയുക, നമ്മുടെ എഫേർട്സിന് അതാണ് പേ ഓഫ് ആയി എന്നുള്ളൊരു സന്തോഷം.